സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റുകളിലും വമ്പിച്ച വിജയം കൈവരിച്ച സാഹചര്യത്തിലും പാർട്ടിയിൽ പൊളിച്ചെഴുതലുകളുമായി കോൺഗ്രസ്. KPCC പ്രസിഡന്റ് കെ സുധാകരനെയും മറ്റു ചില ഭാരവാഹികളെയും നിലനിർത്തിക്കൊണ്ട് സംഘടന പുനഃസ്ഥാപിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയുടെ ഭാഗമായി തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ചർച്ചയിലാണ് CPM. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസും പുനഃക്രമീകരണത്തിന് ഒരുങ്ങുന്നത്. സംഘടനാ ദൗർബല്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി KPCC പ്രസിഡന്റ് കെ സുധാകരനെയും ചുരുക്കം ചില നേതാക്കളെയും നിലനിർത്തി നിഷ്ക്രിയരായ ഭാരവാഹികളെ മാറ്റി ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള പുതിയ പട്ടികയാണ് തയ്യാറാക്കുക. വ്യാഴാഴ്ച ചേരുന്ന KPCC എക്സിക്യൂട്ടീവിൽ കെ സുധാകരൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചെങ്കിലും സംഘടനാ ദൗർബല്യം ബൂത്ത് തലങ്ങളിൽ വരെ പ്രകടമാണെന്നാണ് MPമാരുടെ അനുഭവം. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും മുൻപ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് വൃത്തങ്ങളുടെ തീരുമാനം. പാർട്ടിയിൽ അഴിച്ചുപണികൾ നടത്താതെ മുന്നോട്ടു പോവുക സാധ്യമല്ലെന്ന് KPCC പ്രസിഡന്റ് തന്നെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നേ പ്രഖ്യാപിച്ച KPCC സെക്രട്ടറിമാരുടെ പട്ടികയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ആദം മുർസി, റിയാസ് മുക്കോളി തുടങ്ങിയ യുവ നേതാക്കളെ കൂടി പരിഗണിക്കുന്നതിലൂടെ സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട്, തൃശൂർ എന്നിവിടങ്ങളിലെ DCCC അധ്യക്ഷന്മാർക്ക് സ്ഥാനചലനം ഉണ്ടായേക്കാമെന്നാണ് സൂചന. ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിനപ്പുറം പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും CPM വിജയിച്ച സാഹചര്യത്തിൽ ഇത്തവണ കേരളം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയും കോൺഗ്രസിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ശുഭപ്രതീക്ഷയുടേതാകുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.